She is innocent, she is intelligent, and she is inspiring. I think that's the three things I really love about her. Can you share your experience while shooting this film? ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പം നിങ്ങൾ സിനിമ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ കുട്ടി പറകയായിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ജനറലി നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ണുകൊണ്ടല്ലേ അഭിനയിക്കാൻ ശ്രമിക്കുക, പക്ഷെ ഇതിലെനിക്ക് കണ്ടില്ല, ആകെ താഴെ അഭിനയിക്കാൻ പറ്റുള്ളായിരുന്നു മേജർ സീൻസ്. പക്ഷേ ഇറ്റ് വാസ് വെരി ട്രിക്കി ടു ഡു ദാറ്റ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ എത്രത്തോളം എന്ന് വിചാരിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുക. സോ അതിന് ഈ പർദ്ദ വെച്ചിട്ട് അതിനെ ലൈറ്റ് ചെയ്യാനും അതെങ്ങനെ ആ ക്യാരക്ടറിനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് മാത്രമല്ല, ഫോർ ദ ഡയറക്ടർ, പിന്നെ ഞങ്ങളുടെ DOP ആണെങ്കിലും അതെങ്ങനെ അത് ലൈറ്റ് ചെയ്യും, എങ്ങനെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യും, എന്നിട്ട് അനുപമ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് പാർട്ട് എന്ന് പറയാം ഇതിൽ. ആൻഡ് ഇങ്ങനെ നമ്മുടെ മേളിലൊരു ട്രസ്റ്റ് ഉണ്ടോ. ഇപ്പം ഇങ്ങനത്തെ ഒരു സിനിമ, ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഫിലിം, ഇറ്റ്സ് എ ബിഗ് ഫിലിം. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വലിയ സിനിമയാണ് ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ നമ്മളെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഐ വാസ് ഫീലിംഗ് വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ വാസ് ലൈക്ക് എക്സൈറ്റഡ് ടു ഷൂട്ട് ദിസ് ഫിലിം. അതിനിപ്പോൾ റിലീസിന് ഐ എം ഈവൻ മോർ എക്സൈറ്റഡ് ഫോർ യു ആൾ ടു വാച്ച്. Was there any particular moment or a dialogue that stayed with you even after the shooting? ഞാൻ സത്യം കേൾക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എന്നോട് ഈ സിനിമയിൽ ഏത് ഡയലോഗ് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ പോയത്. ബിക്കോസ് എനിക്ക് ഈ പടത്തിൽ ഇപ്പോൾ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, കുറേ വണ്ടി ഓടിക്കുന്നത് മുഴുവൻ പടത്തിൽ ഞാനാണ്. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ആൻഡ് ഈ പടത്തിന് വിളിക്കുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കാറില്ല. അപ്പോൾ ഐ ഹാഡ് മൈ ലൈസൻസ്, പക്ഷെ ഞാൻ വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരാളായിരുന്നില്ല. സോ ഐ ലേൺ ടു ഡ്രൈവ് ഓൾസോ ബിക്കോസ് ഇനി അത് ഈ ഡ്രൈവ് ചെയ്തുകൊണ്ട് മലപ്പുറത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഐ ഹാഡ് ടു സേവ് മൈ തെലുഗു ലൈൻസ്. അപ്പോൾ ഞാൻ രാവിലെ ഐ തിങ്ക് ഫോർ അബൌട്ട് സ്ക്രിപ്റ്റ് കിട്ടിയ ദിവസം തൊട്ട് ഐ വാസ് മറ്റേ ജപിക്കുന്ന പോലെ രാവിലെ തൊട്ട് ഈ ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. സോ മറ്റേ ഞാൻ കാരണം ഡിലേ ഉണ്ടാവരുത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ കോ ആക്ടർ എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവണം, ആ ലെവൽ വരെ. സോ ടെക്നിക്കലി ഐ ഹാഡ് ടു ലേൺ ദെയർ ലൈൻസ് ഓൾസോ, എൻ്റെ ലൈൻസ് മാത്രമല്ല. അപ്പോൾ ഐ ഹാഡ് ടു സോർട്ട് ഓഫ് ലേൺ ദ ഹോൾ സ്ക്രിപ്റ്റ്. ഞാനുള്ള സീൻസ് മുഴുവൻ ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് മൾട്ടിപ്പിൾ ടൈംസ് പഠിച്ചിട്ടാണ്. ആൻഡ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ 2 പ്രാവശ്യം വായിച്ചാൽ തലയിൽ കയറും. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു കുറേ കാലം ഇരുന്ന് വായിച്ചിട്ടാണ് തലയിൽ കയറിയത്. But to answer your question, I know pretty much all the lines. I think you should speak Telugu now. Like it'll be nice. അടിപൊളിയായിട്ട് പഠിച്ച ആളാണ്. Just say some nice dialogue, no? ഒരു സീനിൽ ഒരു 2 പേജ് എങ്ങാണ്ട് എന്തോ ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് ഞാൻ പഠിച്ച് പ്രാന്ത് പിടിച്ചു, അത്രയോ പഠിച്ചു. ബട്ട് അല്ല, മറ്റേ പഠിക്കലൊക്കെ ഒഴിവാക്കി സിനിമയിൽ കയറാന്ന് വിചാരിച്ചിട്ട് എന്ത് ഇമ്പോസിഷൻ പോലെ ആയിരുന്നു, പഠിക്കേണ്ട അവസ്ഥയാണ് എവറി സിംഗിൾ ഡേ. പരിചയമില്ലാത്ത സൗണ്ട് പരിചയമില്ലാത്ത ചില സൗണ്ടുകളൊക്കെ കേൾക്കുമ്പം എനിക്ക് ശരിക്കും ഉറക്കത്തിൽ നിന്നൊക്കെ വെറുതെ എണീക്കുമ്പോൾ ഇറ്റ് യൂസ് ടു കം ടു മീ. ഐ റിമെമ്പർ ഐ കെപ്റ്റ് സേയിങ് ഡൊബ്ബക്കുനി പോത്താടും. ഇടയ്ക്കിടയ്ക്ക് ഐ യൂസ് ടു കീപ് സേയിങ് ദിസ് ഫ്യൂ വേർഡ്സ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന പോലെ. ബട്ട് ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ് വിത്ത് ദിസ് ഫിലിം. പക്ഷേ ഇറ്റ് വാസ് റിയലി എന്താ പറയുക, ഭയങ്കര ചാലഞ്ചിങ് ആസ് എൻ ആക്ടർ ഫോർ മീ ടു തിങ്ക് ഓഫ് ഓൾ ഓഫ് ദീസ് തിങ്സ് ബട്ട് ഓൾസോ ബി പ്രസൻറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. Can you share your experience with co-actors and directors? So Praveen, I'll say this in English because Praveen is incredible to work with. Praveen he's very collaborative. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ he'll ask us what we thought. He'll ask us നമ്മൾ ഈ ലൈൻ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ, അത് വരുന്നുണ്ടോ. അപ്പോൾ he trusts the character or like us, the actor a lot, which was very empowering for us. പിന്നെ with like there were multiple points that ഞങ്ങളിപ്പോൾ ഡിസഗ്രി ചെയ്യുന്ന പല സ്ഥലത്തും
we all had the space to fight. We all had the space to say, no, that doesn't work for me. അതെനിക്ക് ശരിയാവുന്നില്ല, അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ളൊരു സ്പേസ്. ഒരുമിച്ചൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറായിരുന്നു, വിച്ച് വാസ് ഗ്രേറ്റ്. വിത്ത് മൈ കോ ആക്ടേഴ്സ് ഇറ്റ് വാസ് ഫാബ്യുലസ്. എനിക്ക് മറ്റേ കുറേ സിനിമകളിൽ നമുക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാറില്ല മോസ്റ്റ്ലി. അപ്പം എന്നോടിപ്പോൾ ആരുടെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുറേ വിമൻ അതേ ഓൺ മൈ ലിസ്റ്റ്. ബട്ട് ഐ നെവർ ഗെറ്റ് ടു ഡു ദാറ്റ് ബിക്കോസ് നമുക്കിപ്പോൾ ലീഡ് ആക്ടർ എന്നല്ലാതെ മൾട്ടിപ്പിൾ വിമൻ എഴുതുന്നേ ഇല്ല. അപ്പം നമുക്ക് യു ഡോണ്ട് ഗെറ്റ് ടു വർക്ക് വിത്ത് അതർ വിമൻ. ബട്ട് with this film, I think one of my first reasons was the fact that I get to work with both of them and they were incredible. അപ്പോൾ ഇവരുടെ ജീവൻ എൻ്റെ കയ്യിലായിരുന്നു, എന്നാലും ഇവരെന്നെ ട്രസ്റ്റ് ചെയ്ത് they were, I mean, with both of them also speak Telugu, so they were helping me through the whole film. We had our own എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ഷൂട്ടായിരുന്നു ഇൻ ദ സെൻസ് ഓഫ് ടെറൈൻ ആൻഡ് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും പനി, അസുഖങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ പെട്ടെന്ന് വി സോ ബെസ്റ്റ് ആൻഡ് വേർസ്റ്റ്. സോ വി ഗോട്ട് റിയലി ക്ലോസ് ത്രൂ ദ പ്രോസസ് ഓഫ് ദാറ്റ് ഷൂട്ട്. അപ്പോൾ ഇറ്റ് വാസ് എൻ ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് വിത്ത് അനുപമ and Sangeeta. But yeah, I had a great time. Thank you. Thank you. So